ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ. മുകളില് ശരിക്കും എന്താണ് ശരിക്കും മലയുടെ മുകളിലുള്ളത്? നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഉയരം കൂടിയ ശിവപ്രതിഷ്ഠയുള്ള ഒരു സ്പോട്ടിലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് അൺബോക്സ്ഡ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഏകദേശം 1500 വർഷം മുമ്പ് ഇവിടെ ശിവപ്രതിഷ്ഠ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പുണ്യമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുള്ളത് ഇവിടുത്തെ ഒരു ആത്മീയതയിലേക്ക് എത്തിയ ഒരു ജനതയുടെ ഒരു പൂർവികമായ കഥ പറയുന്ന ഐതിഹ്യമായിട്ട് ഇത് ഇപ്പോഴും നിലകൊള്ളുകയാണ്. ഇഡ്ഡലി ചായ ആയാലും നമ്മുടെ ഇഷ്ടാരമംഗലത്തെ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണ്. നന്നായിട്ടുണ്ട്, വെരി സ്പെഷ്യൽ, പാലക്കാടൻ ടേസ്റ്റ്. ഇത് ആക്ച്വലി കണ്ണമ്പറയിൽ നിന്നും ഒരു 4 കിലോമീറ്ററിന് അകത്തായിട്ട് ഹൈവേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. അങ്ങനെ വാമലയുടെ സ്റ്റെപ്പുകൾ കയറി തുടങ്ങിയിരിക്കുകയാണ് വിജയേട്ടൻ. എന്താ സ്റ്റെപ്പിലെ ഏറ്റവും ആദ്യം സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റെപ്പ് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. എത്ര കാലമായി ഉണ്ടാവും? അതെനിക്കറിയില്ല ഏകദേശം. അത് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാം. ഇത് നേരെ സ്റ്റെപ്പ് മലയുടെ മുകളിൽ എത്തുമോ? അതെ, നേരെ മലയുടെ മേലോട്ട് എത്തും. അത് ശരി, അതുവരെ ഓക്കെ ഓക്കെ. ഫുള്ള് കാരണം മഴക്കാലത്തൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം, കുറച്ച് വഴക്കലുണ്ടാവും. പക്ഷെ കാര്യമില്ല. മുകളില് ശരിക്കും എന്താണ് ശരിക്കും മലയുടെ മുകളിലുള്ളത്? അതായത് ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. വിജയബായും പ്രവീണേട്ടനും ഒപ്പം ബാൽജിയും വാമല കാണാനായിട്ട് സ്റ്റെപ്പുകൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, എന്നാൽ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട്. സൂപ്പർ. അത് പുതുതായിട്ട് സ്ഥാപിച്ച സോളർ ലൈറ്റാണ്. അഥവാ രാത്രി വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റെപ്പ് കയറി വാമലയിലേക്ക് കയറി. ഓക്കെ വിജയേട്ടാ, ഇങ്ങോട്ട് നോക്ക്, ഹായ് കാണിക്ക്. അങ്ങനെ നമ്മൾ വാമലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച അതെടുക്കും. ഇവിടെ നിന്നാണ് ശിവലിംഗ പ്രതിഷ്ഠ. ആ കാണുന്നതാണ്, ഇതാ കാണുന്നതാണ് പ്രതിഷ്ഠ. എല്ലാ മാസവും ഇവിടെ പ്രദോഷം ഉണ്ടാവും അല്ലേ ബാജി? എല്ലാ മാസവും അല്ലേ പ്രദോഷം ഉണ്ടാവും? ഏത് ദിവസമാണ് മാസത്തിൽ? ഏത് ദിവസമാണ്? അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വാവുമലയുടെ ഏറ്റവും ടോപ്പിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണമ്പറ പഞ്ചായത്തിലാണ്. നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്നും 2 വഴിയിലേക്ക് നമുക്ക് ഇതിലേക്ക് വരാം. ഒന്ന് കണ്ണമ്പറ വഴി വരാം, ഒന്ന് തേനെടുക്ക് വഴി ഹൈവേ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് മുകളിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് കാണുന്നത് ഒരു 2 ആൽമരത്തോടു കൂടിയ നടുവിൽ നിൽക്കുന്ന ഒരു ശിവപ്രതിഷ്ഠയാണ്. സന്യാസിമാർ വന്ന് തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. അപ്പം ഇതിൻ്റെ പ്രത്യേകതകൾ, നമ്മൾ വന്ന മുകളിലേക്ക് എത്തിയതിന് ശേഷം 2 ചെറിയ ആൽമരങ്ങൾക്കിടയിൽ ഉള്ള ഒരു മണിനാദമുണ്ട്. ആ മണിനാദം നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം, പ്രാർത്ഥിക്കാനും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വിളക്ക് വയ്ക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനുള്ള ചെറിയൊരു ചില്ല് പോലെയുള്ള ഒരു കൂടാരമുണ്ട്. പിന്നെ അതിലുള്ളത് ഒരു ഭണ്ണാരപ്പെട്ടിയുണ്ട്. അപ്പോൾ അതിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കാനും നമുക്ക് ആവശ്യമുള്ള ഇതിൻ്റെ നവീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് ഉപയോഗപ്പെടുത്താനും പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ, അതായത് ശിവരാത്രി, ആ ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അവരവരുടെ പ്രാർത്ഥന ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം നേരങ്ങളിൽ ആൾക്കാർ ഇവിടെ വന്ന്
പ്രാർത്ഥിച്ച് പോകുന്നവരുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഇതിൽ ചുറ്റും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളും അതുപോലെ തൊട്ടടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുറച്ച് വെള്ളമൊക്കെ മഴക്കാലങ്ങളിൽ വരുമ്പോൾ അത് നമ്മൾ വളരെ രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ്. വഴുക്കലൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പിന്നെ ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പ്രകൃതി രമണീയമായ സ്ഥലം, തൊട്ടപ്പുറത്ത് ക്വാറി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇത് ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാനും കൂടുതൽ ഇന്നത്തെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമ്മൾ മാറി കുറച്ചും കൂടെ ആത്മീയ രീതിയിലേക്ക് വരാൻ ഈ പറയുന്ന നല്ല ഒരു പോയിന്റാണ്. എല്ലാ മാസവും ഇവിടെ പ്രദോഷം ഉണ്ടാവും. പ്രദോഷത്തിന് ഇവിടെ അടുത്തുള്ള ആളുകൾ വന്നിട്ട് ഈ ശിവലിംഗം അലങ്കരിച്ച് അതിൻ്റെ പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രസാദമൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. വൈകുന്നേരം ഒരു 4:30-5 മണിക്ക് വന്നു കഴിഞ്ഞാൽ അതും കാണാൻ സാധിക്കും. ഇവിടെ പ്രകൃതി രമണീയമാണ്. ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു മല. മണിനാദം മുഴങ്ങുമ്പോൾ അത് കേൾക്കുന്ന ഒരു ഇമ്പം മനസ്സിനെ വളരെ ഉന്മാദിപ്പിക്കുന്നു. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇത് പ്രകൃതിദത്തമായ സ്ഥലമാണ്. ഇവിടേക്ക് പ്രാർത്ഥനകൾക്കും അതേപോലെ ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിലവിൽ സർക്കാരിൻ്റെ ഹരിത പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുള്ളതിനാൽ ഇവിടേക്ക് ദയവായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടതാണ് വാവുമലയുടെ നല്ല സുന്ദരമായ പ്രകൃതിയും കാഴ്ചകളും. കൂടുതൽ ഇതുപോലെ വീഡിയോകൾ കിട്ടാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.